ഹായ് മക്കളെ, പ്ലസ് ടു അക്കൗണ്ടൻസിയിലെ വളരെ പ്രധാനപ്പെട്ട ഒരു ചാപ്റ്ററാണ് ഡിസൊല്യൂഷൻ എന്ന് പറഞ്ഞ ചാപ്റ്റർ. സോ ഈ ഡിസൊല്യൂഷൻ എന്ന് പറഞ്ഞ ചാപ്റ്ററിൽ 100% ചോദിക്കും എന്ന് ഉറപ്പുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ് ജേർണൽ എൻട്രീസ്. സോ നമുക്ക് എന്ത് ചെയ്യാം, കുറച്ച് ജേർണൽ എൻട്രീസ് എങ്ങനെയാണെന്ന് നോക്കിയാലോ. ഫസ്റ്റ് ക്വസ്റ്റ്യൻ, pass necessary journal entries in the following cases at the time of dissolution of a firm. Okay, first question A. Rohit, a partner, took over stock worth rupees 7,500. അതായത് നമ്മുടെ ബിസിനസ്സിൽ ഒരു പാർട്ണർ എന്ത് ചെയ്തു, സ്റ്റോക്ക് എടുത്തുകൊണ്ട് പോയി. പറഞ്ഞ കാര്യം ക്ലിയർ അല്ലേ? ഇങ്ങനെ സ്റ്റോക്ക് എടുത്തുകൊണ്ട് പോവുകയാണെങ്കിൽ ഈ സ്റ്റോക്കിന്റെ 7,500 rupees നമ്മൾ ആരെ ക്യാപിറ്റലിലേക്ക് എടുക്കുക, പാർട്ണറുടെ ക്യാപിറ്റൽ അക്കൗണ്ടിൽ എടുക്കുക. പറഞ്ഞ കാര്യം ക്ലിയർ അല്ലേ? അങ്ങനെയാണെങ്കിൽ ഇവിടെ ഉണ്ടാകുന്ന ജേർണൽ എൻട്രി എന്താണെന്ന് വെച്ചിട്ടാണെങ്കിൽ രോഹിത്സ് ക്യാപിറ്റൽ അക്കൗണ്ട് ഡെപ്റ്റർ ടു, എങ്ങനെ രോഹിത്സ് ക്യാപിറ്റൽ അക്കൗണ്ട് ഡെപ്റ്റർ ടു റിയലൈസേഷൻ ആയിരിക്കും എന്തുണ്ടാവുക, ജേർണൽ എൻട്രി ഉണ്ടാവുക. പറഞ്ഞ കാര്യം ക്ലിയർ അല്ലേ? കാരണം എന്താ, രോഹിത്തിന്റെ ക്യാപിറ്റലിന് 7,000 rupees ആരെടുക്കും, ബിസിനസ് എടുക്കും. സോ ക്യാപിറ്റൽ ബാലൻസ് കുറയുന്നു. സോ നമ്മൾ ക്യാപിറ്റൽ എന്ത് ചെയ്യുന്നു, ഡെബിറ്റ് ചെയ്യുന്നു. പറഞ്ഞ കാര്യം ക്ലിയർ അല്ലേ? രണ്ടാമത്തേത് ബി ക്വസ്റ്റ്യൻ, കിരൺ എ പാർട്ണർ പെയ്ഡ് റിയലൈസേഷൻ എക്സ്പെൻസസ് എമൗണ്ടിങ് rupees 1,500 ഓൺ ബിഹാഫ് ഓഫ് ദ ഫേം. അതായത് നമ്മുടെ ബിസിനസ്സിന് വേണ്ടി ആര് റിയലൈസേഷൻ എക്സ്പെൻസ് കൊടുത്തു, കിരൺ എന്ത് ചെയ്തു, റിയലൈസേഷൻ എക്സ്പെൻസ് കൊടുത്തു. ഇങ്ങനെ ഒരു ക്വസ്റ്റ്യൻ വരാണെങ്കിൽ ശ്രദ്ധിക്കേണ്ട കാര്യം, കിരൺ ആണ് നിലവിൽ ഇപ്പോൾ റിയലൈസേഷൻ എക്സ്പെൻസ് കൊടുത്തത് അല്ലേ. ഇനി ഫേം എന്ത് ചെയ്യും, ബിസിനസ് എന്ത് ചെയ്യും, നമ്മുടെ കിരണിന് എന്ത് കൊടുക്കണം, ഇനി റിയലൈസേഷൻ എക്സ്പെൻസ് കൊടുക്കണം. അതായത് റിയലൈസേഷൻ എക്സ്പെൻസ് ആരടിച്ചു, കിരൺ അടിച്ചു അല്ലേ. സോ കിരൺ ആ പണം ഇനി ആര് കൊടുക്കും, ബിസിനസ് കൊടുക്കും. പറഞ്ഞ കാര്യം ക്ലിയർ അല്ലേ? അങ്ങനെയാണെങ്കിൽ ഇവിടെ ഉണ്ടാകുന്ന ജേർണൽ എൻട്രി എന്താണെന്ന് വെച്ചിട്ടാണെങ്കിൽ സിമ്പിൾ ആണ്, റിയലൈസേഷൻ അക്കൗണ്ട് ഡെപ്റ്റർ ടു. ഓക്കെ, റിയലൈസേഷൻ അക്കൗണ്ട് ഡെപ്റ്റർ ടു കിരൺസ് ക്യാപിറ്റൽ. ഓക്കെ അല്ലേ? കിരൺസ് ക്യാപിറ്റൽ ആയിരിക്കും എന്ത് വരാ, ജേർണൽ എൻട്രി വരാം. പറഞ്ഞ കാര്യം ക്ലിയർ, എല്ലാവർക്കും ഓക്കെ അല്ലേ? സെറ്റില്ല. കാരണം എന്താ, നമ്മളോട് കിരണ് നമ്മൾ എന്ത് കൊടുക്കണം, റിയലൈസേഷൻ എക്സ്പെൻസ് കൊടുക്കണം. സോ കിരണിന്റെ ക്യാപിറ്റൽ അക്കൗണ്ട് കൂടും, ക്യാപിറ്റൽ അക്കൗണ്ട് കൂടുമ്പോൾ നമ്മൾ എന്ത് ചെയ്യണം, ക്രെഡിറ്റ് ചെയ്യണം. പറഞ്ഞ കാര്യം ക്ലിയർ അല്ലേ? സോ നെക്സ്റ്റ് അടുത്തത് മൂന്നാമത്തത്, ലോസസ് ഓൺ റിയലൈസേഷൻ rupees 6,300 ട്രാൻസ്ഫർ ടു പാർട്ട്നേഴ്സ് ക്യാപിറ്റൽ അക്കൗണ്ട്. അതായത് റിയലൈസേഷൻ നഷ്ടം വന്നു, ഈ നഷ്ടത്തെ ആരെ ക്യാപിറ്റലിലേക്ക് ട്രാൻസ്ഫർ ചെയ്തു, പാർട്ട്നേഴ്സിന്റെ അക്കൗണ്ടിലേക്ക് ട്രാൻസ്ഫർ ചെയ്തു. ആ മക്കളൊന്ന് ആലോചിച്ച് നോക്കിയേ, റിയലൈസേഷന്റെ ലോസ് ആണ്, നഷ്ടം പാർട്ട്നേഴ്സ് ക്യാപിറ്റലിലേക്ക് കൊടുക്കുകയാണെങ്കിൽ എന്തായിരിക്കും സംഭവിക്കുക, പാർട്ട്നേഴ്സ് ക്യാപിറ്റൽ ബാലൻസ് എന്ത് ചെയ്യും, കുറയും അല്ലേ. സോ പാർട്ട്നേഴ്സ് ക്യാപിറ്റൽ അക്കൗണ്ട് കുറയും, നമ്മൾ എന്ത് ചെയ്തിരിക്കണം, ഡെബിറ്റ് ചെയ്തിരിക്കണം. സോ പാർട്ട്നേഴ്സ് ക്യാപിറ്റൽ അക്കൗണ്ട് ഡെപ്റ്റർ ടു, ഇവിടെ പാർട്ട്ണറുടെ പേര് പറഞ്ഞിട്ടില്ല, അതുകൊണ്ട് എന്ത് ചെയ്യുന്നു, പാർട്ട്നേഴ്സ് ക്യാപിറ്റൽ അക്കൗണ്ട് ഡെപ്റ്റർ ടു എന്ന് പറഞ്ഞ കോഡ് ചെയ്യുന്നു, റിയലൈസേഷൻ. പറഞ്ഞ കാര്യം ക്ലിയർ അല്ലേ? ഇങ്ങനെയാണ് എന്ത്, ജേർണൽ എൻട്രീസ് റിലേറ്റഡ് ടു പാർട്ട്നേഴ്സ് ക്യാപിറ്റൽ. പറഞ്ഞ കാര്യം ക്ലിയർ അല്ലേ? സോ ജേർണൽ എൻട്രീസ് എല്ലാവർക്കും ഓക്കെ ആണല്ലോ. സോ ഉഷാറാക്കി പഠിക്കാം. ഓൾ ദി ബെസ്റ്റ്.